ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് കുമാർ. ആരോഗ്യമുള്ള സ്ത്രീകൾക്ക് അവരുടെ പീരീഡ്സിൻ്റെ ആർത്തവത്തിൻ്റെ ഒരു കാലയളവിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പീരീഡ്സ് താമസിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ എപ്പോഴും പതിവായിട്ട് പീരീഡ്സ് താമസിച്ച് വരുന്നു, ശരിയായിട്ട് വരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ആർത്തവത്തിന് ക്രമക്കേടുണ്ട് എന്ന് കരുതിയിട്ട് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. സാധാരണ പീരീഡ്സ് താമസിച്ച് വന്നാലോ പീരീഡ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ 90% ആൾക്കാരും വിചാരിക്കുന്നത് അത് പോളിസിസ്റ്റിക് രോഗം, ഓവറിയിൽ സിസ്റ്റ് വരുന്ന PCOD എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഭാഗമാണ് എന്നാണ്. എന്നാൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് ആർത്തവത്തിൻ്റെ ഡേറ്റിന് പ്രശ്നം വരുന്ന പലവിധ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് PCOD രോഗം എന്ന് പറയുന്നത്. ബാക്കി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ആർത്തവത്തിൻ്റെ ഡേറ്റ് മാറി വരാം എന്നുള്ളതും ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും ഞാൻ വിശദീകരിക്കാം. ഈ ഇൻഫർമേഷൻ എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കണം. സ്ത്രീകൾ മാത്രം പോരാ കേട്ടോ, പുരുഷന്മാരും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ ഭാര്യയോ മകളോ സഹോദരിയോ അമ്മയ്ക്കോ ഇത്തരത്തിൽ പീരീഡ്സിൻ്റെ ഡേറ്റ് മാറുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പുരുഷന്മാരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാധാരണ ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ഏകദേശം 28 ദിവസം കൂടുമ്പോഴാണ് മാസമുറ ആകുന്നത്. ഇതിൽ ആദ്യത്തെ 14 ദിവസം, അതായത് പീരീഡ്സ് ആകുന്ന ഡേറ്റ് മുതൽ 14 ദിവസം, 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം സംഭവിക്കുന്നത്. അതായത് അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തേക്ക്, മുട്ട പതുക്കെ പുറത്തേക്ക് റപ്ചർ ചെയ്ത് ഇറങ്ങിയിട്ട് ഫളോപ്പിയൻ ട്യൂബിൽ, അതായത് അണ്ടാശയത്തിൽ നിന്നും യൂട്രസ് വരെ ഇത് സഞ്ചരിക്കാനുള്ള സമയമാണ് 14 ദിവസം എടുക്കുന്നത്. അതായത് പീരീഡ്സ് ആകുന്ന ഡേറ്റ് മുതൽ 14ാം ദിവസം അടുത്ത ഓവുലേഷൻ സംഭവിക്കുകയും ഓവുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഓവം യൂട്രസ് വരെ എത്തുന്നതിന് 14 ദിവസവും, 14ാം ദിവസം പ്രത്യേകിച്ച് ബീജസങ്കലനം ഒന്നും നടന്നിട്ടില്ല എങ്കിൽ അകത്തുള്ള ഒരു മെംബ്രേനത്തിൻ്റെ, അതായത് അകത്തുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു നൈസായിട്ടുള്ള ഒരു പാളിയുണ്ട്. ഇതിനകത്ത് പൊട്ടിയിട്ട് അവിടെ കെട്ടി നിൽക്കുന്ന ബ്ലഡും ഈ കണികകളും ഈ ഡെഡായിട്ടുള്ള ഓവും പുറത്തേക്ക് പോകുന്നതാണ് സാധാരണ മാസമുറ എന്ന് പറയുന്നത്. സാധാരണ സ്ത്രീകൾക്ക് ഈ അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ നടക്കുന്ന സമയം അല്പം മുന്നോട്ടോ പുറകോട്ടോ ആയാൽ അവർക്ക് പീരീഡ്സിന്റെ ഡേറ്റിന് വ്യത്യാസം വരാം. 28 ദിവസമാണ് സാധാരണ പീരീഡ്സിന് പറയുമെങ്കിലും ചിലരിൽ ഇത് 24 ദിവസം കൂടുമ്പോൾ കാണുകയും ചിലരിൽ ഇത് 38 ദിവസം വരെ ഇതിന്റെ സൈക്കിൾ നീണ്ടുപോവുകയോ ചെയ്യാം. എന്നാൽ ഇതൊന്നും തന്നെ നമുക്ക് മാസമുറ തെറ്റി വരികയാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മാറുകയാണെന്ന് പറയാൻ പറ്റില്ല. കൺസിക്യൂട്ടീവായിട്ട്, അതായത് തുടർച്ചയായിട്ടൊരു 3 മാസത്തോളം പതിവായിട്ടുള്ള അവരുടെ പീരീഡ് സൈക്കിളിന് പെട്ടെന്ന് വ്യത്യാസം വന്നു അത് ശരിയാകുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഇത് പീരീഡ്സിന് വരുന്ന ഇറഗുലാരിറ്റി അഥവാ മാസമുറയുടെ കൃത്യതയില്ലായ്മ എന്ന് പറയാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ, പ്രോജസ്ട്രോൺ ഇങ്ങനെ 2 ഹോർമോണുകളാണ് അവരുടെ ശരീരത്തിൽ ഈ മാസമുറ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിനകത്ത് ഏറ്റക്കുറച്ചിൽ വന്നാലും പീരീഡ്സിന് പ്രശ്നം കണ്ടുവന്ന് വരാം. പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 8 ദിവസം വരെ സാധാരണ സ്ത്രീകൾക്ക് പീരീഡ്സ് കാണാറുണ്ട്. നമ്മൾ ഒരാൾക്ക് മാസമുറ ഇറഗുലർ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകിൽ പീരീഡ്സ് വല്ലാണ്ട് താമസിച്ചു എന്ന് വരാം, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലാണ്ട് ഫ്ലോ, അതായത് വളരെ അമിതമായിട്ട് രക്തം പോയി എന്ന് വരാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആയിട്ട് പൂർണ്ണമായിട്ടും നിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അത് നമുക്ക് ഇറഗുലർ പീരീഡ്സ് എന്ന കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. സാധാരണ സ്ത്രീകൾക്ക് വരുന്ന PCOD പോലുള്ള രോഗങ്ങൾ കൊണ്ടും അവർക്ക് പീരീഡ്സിൻ്റെ പ്രശ്നം വരാം. എന്നാൽ ഇതല്ലാതെ രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെയും ഇവർക്ക് പീരീഡ്സിൻ്റെ ഡേറ്റുകളിൽ വ്യത്യാസം വരാം. ആ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം. സാധാരണ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് പീരീഡ്സിന് താളം തെറ്റുന്നു, ഇറഗുലറായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ മെനോപോസിൻ്റെ, മാസമുറ നിൽക്കുന്നതിന് മുന്നോടിയായിട്ട് ശരീരത്തിൽ വരുന്ന ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാകാം. പെരി മെനോപോസൽ സ്റ്റേജ് എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കോമൺ ആയിട്ട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മാസമുറ ഒരു 50 വയസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 44 വയസ്സിലോ 45 വയസ്സിലോ, അതായത് പീരീഡ്സ് നിൽക്കുന്നതിന് ഏകദേശം 2 മുതൽ 8 വർഷം മുമ്പ് തന്നെ ഇവർക്ക് മാസമുറയിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടുവന്നു വരും. അതായത് ഈസ്ട്രജൻ ഹോർമോണിലൊക്കെ വ്യത്യാസം വരുന്നതാണ്. ഒരുപക്ഷെ പീരീഡ്സിൻ്റെ ഫ്ലോ കുറയുന്നത് പോലെയോ, ഇല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് വരാത്ത ഒരവസ്ഥയോ, ഇല്ലെങ്കിൽ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നിൽക്കാൻ താമസിക്കുന്നു, ബ്ലീഡിംഗ് അല്പം കൂടുതൽ വരുന്നു എന്നുള്ളൊരവസ്ഥയോ സാധാരണ ഈ മാസമുറ നിൽക്കുന്നതിന് മുന്നോടിയായിട്ട് പെരി മെനോപോസൽ സ്റ്റേജിൽ കണ്ടുവന്നു വരാം. 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ മാസമുറയിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് പെരി മെനോപോസൽ സ്റ്റേജ് കൊണ്ടാണോ സംഭവിക്കുന്നത് എന്ന് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കുന്നത് നല്ലതാണ്. ഇത് രോഗമല്ല, പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അമിതമായിട്ട് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് മാസമുറ വല്ലാണ്ട് താളം തെറ്റിയെന്ന് വരാം.
അമിതമായിട്ട് ഉത്കണ്ഠ അഥവാ ടെൻഷൻ കൊണ്ട് പീരീഡ്സ് ആകാത്ത അവസ്ഥ ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ പോലും കണ്ടുവരാറുണ്ട്. ഒരുപക്ഷെ പരീക്ഷയുടെ ഡേറ്റായി നിങ്ങൾ അമിതമായിട്ടിരുന്ന് സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പീരീഡ്സ് വരേണ്ട ഡേറ്റിന് ആയി എന്ന് വരില്ല, പരീക്ഷയുടെ അന്നോ പരീക്ഷയുടെ പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും പീരീഡ്സ് ആകുന്നത്. ഇത് കോമൺ ആയിട്ട്, ഇത് മുതിർന്നവരെല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. പലപ്പോഴും നിങ്ങളുടെ വിവാഹത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ നിങ്ങൾക്ക് പീരീഡ്സ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ വിവാഹത്തിന്റെ മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നില്ല. വല്ലാത്ത ഉത്കണ്ഠ. വിവാഹം കഴിയുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ പീരീഡ്സ് ആകുന്നത് കാണാം. ഇതും ഈ വിവാഹത്തിന്റെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഓരോ മാസവും നിങ്ങൾക്കിത് കുട്ടി കൺസീവ് ആയോ എന്നുള്ള ഒരു ഉത്കണ്ഠ കാരണവും ചിലപ്പോൾ പീരീഡ്സ് ആയില്ല എന്ന് വരാം. പീരീഡ്സ് ആകാൻ ഡിലേ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങൾ ഗർഭാവസ്ഥയിലാണ് എന്നുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ കൊണ്ട് നിങ്ങൾക്ക് പീരീഡ്സ് ആകാതെ നീണ്ടുപോയി എന്ന് വരാം. പലപ്പോഴും നിങ്ങൾ ഡോക്ടറെ കണ്ട് ഇത് നിങ്ങൾ ഗർഭിണി അല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പീരീഡ്സ് ആകുന്നതും കണ്ടിട്ടുണ്ടാകും. ഇതല്ലാതെ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന കടുത്ത സ്ട്രെസ്സ്, അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പെട്ടെന്ന് മരിച്ചുപോയി, ഇപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനുശേഷം സ്ത്രീകൾക്ക് പീരീഡ്സ് കംപ്ലീറ്റ് താളം തെറ്റുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സ്ട്രെസ്സ്, അമിതമായിട്ടുള്ള ടെൻഷൻ ശരീരത്തിനെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇതുകൂടാതെ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്ന സ്ത്രീകളിലും പലപ്പോഴും പീരീഡ്സ് താളം തെറ്റി വരാം. അതായത് വ്യായാമം മാത്രമല്ല, പലതരത്തിലുള്ള ഡയറ്റ് എടുക്കുന്നവർ, ക്രാഷ് ഡയറ്റ് എടുക്കുന്നവർ, ഏതെങ്കിലും നേരം പതിവായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്നവർ, ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ ശരീരത്തിൽ ഇത്തരത്തിൽ പീരീഡ്സിന്റെ ഡേറ്റ് പതുക്കെ താമസിച്ച് വരുന്നതോ ഒരല്പം നേരത്തെ വരുന്നതോ കണ്ടിട്ടുണ്ടാകാം. ഇതുകൂടാതെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ കുട്ടികൾ വേണ്ടാന്ന് ഒരു ഗർഭനിരോധന മാർഗമായിട്ട് അവർ ഗർഭനിരോധന ഗുളികകൾ കഴിച്ചാലോ ഇല്ലെങ്കിൽ കോപ്പർ ട്യൂബ് ഉപയോഗിക്കുന്നവർ, യൂട്രസിനകത്ത് റിംഗ് ഉപയോഗിക്കുന്നവർക്കോ എല്ലാം തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ മാസമുറ താമസിച്ച് വരുന്നതോ ഇല്ലെങ്കിൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടിയ ബ്ലീഡിങ് കാണുന്നതോ എല്ലാം തന്നെ കണ്ടിട്ടുണ്ടാകും. ഇത് മാത്രമല്ല, പ്രസവം കഴിഞ്ഞ് പാല് കൊടുക്കുന്ന, മുല കൊടുക്കുന്ന അമ്മമാർക്കും പലപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് അവർക്ക് പീരീഡ്സ് ക്രമേണ താമസിച്ച് വന്നു എന്ന് വരാം. കൂടാതെ അബോർഷൻ കഴിഞ്ഞ സ്ത്രീകൾക്ക്, അതായത് അവർക്ക് ഗർഭം അലസിപ്പോകുന്ന സ്ത്രീകൾക്കും ഒരുപക്ഷെ അടുത്ത 2-3 മാസത്തേക്ക് ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് പീരീഡ്സ് പതിയെ താമസിച്ചു വന്നു എന്ന് വരാം. എന്നാൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് പീരീഡ്സ് വരുന്നതിന് താമസിച്ചു എന്ന് കരുതിയിട്ട് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകുന്നതിന് ഒരു തടസ്സമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പലപ്പോഴും ഓവുലേഷൻ ആകുന്ന ഡേറ്റ് ഒരല്പം വൈകി എന്നത് മാത്രമാണ് പീരീഡ്സ് ആകുന്നതിനും അത് ഡിലേ ആകുന്നതിനും പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് സാധാരണ രോഗങ്ങളൊന്നും ഇല്ലാതെ പീരീഡ്സിന്റെ താളപ്പിഴവിന് കാരണം. എന്നാൽ ഇനി ചില രോഗങ്ങളും നിങ്ങൾക്ക് പീരീഡ്സിന്റെ ഡേറ്റിന് വ്യത്യാസം വരുന്നതിന് കാരണമാകുന്നു. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ PCOD രോഗം, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത്. ഇന്ന് മാസമുറയിൽ വ്യത്യാസമുള്ള സ്ത്രീകളിൽ 87% നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ PCOD കണ്ടു എന്ന് വരാം. ചില പെൺകുട്ടികൾക്ക് നമ്മൾ പീരീഡ്സ് പ്രശ്നം വരുന്നു, നിങ്ങൾ ആദ്യം ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ സ്കാനൊക്കെ നോക്കി നിങ്ങൾക്ക് PCOD ഇല്ല എന്ന് പറയുന്നു, ഡോക്ടർ വീട്ടിലേക്ക് വിടുന്നു. എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പീരീഡ്സ് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഡോക്ടറെ പോയി കണ്ട് ആ സമയത്ത് സ്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ PCOD ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിന് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് നമ്മൾ തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ക്രമേണ ഏതൊരു സ്ത്രീയുടെയും ശരീരത്തിൽ ഓവറിൽ സിസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകാം. ഏറ്റവും കോമൺ ആയിട്ട് ഈ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് പാരമ്പര്യമായിട്ട് പ്രമേഹത്തിന്റെ ടെൻഡൻസി ഉള്ള അമിതവണ്ണമുള്ള സ്ത്രീകൾക്കാണ് അവർക്ക് കോമൺ ആയിട്ട് ഇത്തരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൽ വരുന്ന താളപ്പിഴവ് കൊണ്ട് PCOD രോഗത്തിലേക്ക് ചെന്നെത്തുന്നത്. മാത്രമല്ല ഇത്തരക്കാരിൽ പുരുഷ ഹോർമോൺ, അതായത് ആൻഡ്രജൻ ഹോർമോണിന്റെ അളവ് സ്ത്രീ ഹോർമോണിന്റെ അളവിനേക്കാൾ, ഈസ്ട്രജനേക്കാൾ ഒരു അല്പം കൂടി നിൽക്കുന്നതും കണ്ടുവന്ന് വരാം. ഈ രണ്ട് കണ്ടീഷൻ കൊണ്ടും അവർക്ക് PCOD വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാതെ നിന്നു എന്ന് വരാം. ഇത്തരക്കാരിൽ നിങ്ങൾക്കറിയാം മീശ വളർച്ച പോലെയോ തലയിൽ തലമുടിക്ക് കട്ടി ക്രമേണ കുറഞ്ഞു വരുന്നത്, അമിതവണ്ണം വയ്ക്കുന്നത്, ശരീരത്തിന് പലപ്പോഴും കളർ ചേഞ്ചസ് വരുന്നത്, മുഖത്ത് അമിതമായിട്ട് മുഖക്കുരു, കുടവയറ്, ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ PCOD രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുപോകുന്നത്. PCOD പോലെ തന്നെ സ്ത്രീകൾക്ക് മാസമുറ താളം തെറ്റിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന ഡിസ്ഫങ്ഷൻ. മാസമുറ പ്രശ്നമുള്ള സ്ത്രീകളിൽ 44%-നും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പാകപ്പിഴകൾ, ഒന്നുകിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയോ ഇല്ലെങ്കിൽ ഓവറായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയോ കണ്ടുവരാറുണ്ട്. പല സ്ത്രീകളിലും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നവും, അതായത് തൈറോയ്ഡ് ഡിസ്ഫങ്ഷനും അതോടൊപ്പം തന്നെ PCODയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കണ്ടുവരുന്നത് ഒരുപാട് പേരിൽ കണ്ടുവരാറുണ്ട്. ഇതുകൂടാതെ യൂട്രസിനകത്ത് ഗർഭാശയത്തിനുണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷൻസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്
ഡിസീസ് എന്ന് പറയുന്ന ചില കണ്ടീഷൻസ് കൊണ്ടും സ്ത്രീകൾക്ക് മാസമുറ താളം തെറ്റി വരാം. അമിതമായിട്ട് അടിവയറുവേദന, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പിടിപെടുകയോ ചെയ്താൽ ഒരുപക്ഷെ, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത്, ഈ കണ്ടീഷൻ കൊണ്ടും അവർക്ക് മാസമുറ താളം തെറ്റി വരാം. ഇതേപോലെ തന്നെ ഗർഭാശയത്തിൽ മുഴകളുള്ള ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് സ്ത്രീകളിൽ വളരെ കോമൺ ആണ്. യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ള സ്ത്രീകൾക്കും മാസമുറ താളം തെറ്റി വരികയോ ഇല്ലെങ്കിൽ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ വല്ലാത്ത ബ്ലീഡിങ്, അതായത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും അമിതമായിട്ടുള്ള വയറുവേദനയും കണ്ടുവരുന്നത് കാണാറുണ്ട്. ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ 3-4 കണ്ടീഷൻസ് ആണ് സാധാരണ രോഗങ്ങൾ കൊണ്ട് അവർക്ക് മാസമുറ താളം തെറ്റിക്കുന്നത്. ഇതല്ലാതെ രോഗങ്ങളില്ലാതെ അവരുടെ ശാരീരിക മാനസിക നിലകൾ കൊണ്ടും സംഭവിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏത് കണ്ടീഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നോക്കി മാത്രമേ ഇതിൻ്റെ ചികിത്സ തീരുമാനിക്കാവുള്ളൂ. പലപ്പോഴും നിങ്ങൾക്ക് മാസമുറയ്ക്ക് ഒരു താളപ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മാസമുറ ആകാനുള്ള മരുന്നുകൾ, ഹോർമോൺ ഗുളികകൾ കഴിക്കുന്നു, പീരീഡ്സ് ആകുന്നു. എന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ ഡോക്ടറുടെ ഉപദേശം തേടാതെ മരുന്നുകളെ ആശ്രയിക്കുന്ന സമയത്ത് ഈ ഹോർമോൺ ഗുളികകൾ ശരീരത്തിലെ നോർമലായിട്ടുള്ള ഹോർമോണൽ പ്രോസസ്സിന് വ്യത്യാസം വരുത്തുകയും പിന്നെ അങ്ങോട്ട് ഹോർമോണൽ ചേഞ്ചസ് അമിതമായിട്ട് വരികയും ചെയ്തു എന്ന് വരാം. പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശം തേടാതെ സ്വന്തമായിട്ട് മാസമുറ താമസിപ്പിക്കാനും നേരത്തെ ആക്കാനുമെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സ്ത്രീകൾക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് മാസമുറയുടെ താളപ്പിഴകൾ എപ്പോഴും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് കാരണം എന്ത് എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ചികിത്സ തീരുമാനിക്കാൻ പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക്, അതായത് അമ്മമാർക്ക് അവരുടെ മക്കളിൽ കാണുന്ന ഈ ചേഞ്ചസ് എന്തുകൊണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.